ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് ഷോപ്പിങ്ങിനെ കുറിച്ചാണല്ലോ പൊതുവെ ചിന്ത വരിക അല്ലേ? പച്ചക്കറി വാങ്ങിയാലും അതൊരു വലിയ ഷോപ്പിംഗ് തന്നെയല്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചായക്കൊടിയും കൊള്ളിയും ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് വേഗം ഒന്ന് റെഡിയായിട്ട് പോവാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടോ. അപ്പോഴാണ് അത് കുട്ടിക്ക് ചെറിയൊരു മടി, പുറത്തേക്ക് ഇറങ്ങാനുള്ള മടി. കാരണം കുറച്ച് ദിവസമായിട്ട് അവൾക്ക് സുഖമില്ലാത്ത കാരണം ഇന്ന് നമുക്ക് പുറത്ത് പോകണ്ട അമ്മ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു ടോയ്സൊക്കെ വാങ്ങിച്ചു തരാം കേട്ടോ. അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ വന്നു. കുട്ടികളല്ലേ. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അത്യാവശ്യം ഒരു 10 മണി കഴിഞ്ഞു കേട്ടോ. പക്ഷേ എന്നാൽ പോലും നല്ലൊരു സിനാരിയോ. അപ്പോൾ കണ്ടില്ലേ, നല്ല രസമുള്ളത്. ഇത് ആക്ച്വലി റെസ്റ്റോറൻ്റ് ആണ്, പക്ഷെ നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. ഇത് നമ്മുടെ ഷാർജ ബോർഡറിൽ പൊതുവേ ഇങ്ങനെയുള്ള ബിൽഡിങ്സിനിടയിൽ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ ഒരു സ്പേസ് കാണാൻ കിട്ടും കുട്ടികൾക്ക് കളിക്കാനായിട്ട്. ഫോട്ടോ കൂടെ ഇട്ടപ്പോൾ നല്ലോണം വിശ്വസിച്ച് പോയാ. എങ്ങനെയെങ്കിലും ഒന്ന് മോളിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. നമ്മുടെ അവിടെ നിന്ന് ആകെ 5 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ ഈ ബെസ്റ്റ് ഗിഫ്റ്റ് സെൻറ്റർ. പക്ഷേ ഈ ചൂട് കാലത്ത് നമുക്ക് പോകുമ്പോൾ എൻ്റെ ദൈവമേ ഇതെന്ത് എത്താത്തേന്ന് തോന്നിപ്പോകും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് റഷ് ഉണ്ട്. കാരണം ഒരു 11 തൊട്ട് 2 മണി വരെ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങാറില്ല. സോ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സമയത്തായിട്ട് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങണത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല അത്യാവശ്യം ലേറ്റസ്റ്റ് ആയിട്ടുള്ള മേക്കപ്പ് കാര്യങ്ങളും ഇത് കുട്ടികളുടെ നല്ല രസമില്ലേ ഇതൊക്കെ. ഇത് കളർഫുള്ളായിട്ട് കാണുമ്പോൾ നല്ല എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം വാങ്ങാനായിട്ട് തോന്നി. കാരണം അത്രമാത്രം കളക്ഷൻസും അതും നല്ല അഫോർഡബിൾ പ്രൈസിൽ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ജസ്റ്റ് 8.25 ദിർഹംസേ ഉള്ളൂ. പക്ഷേ അഫോർഡബിൾ ആണ്, അതേപോലെ വാല്യുബിൾ ആണ് കേട്ടോ. ഇത് 8.50 ദിർഹംസ്. ഇതിൽ എത്രയോ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും വാങ്ങാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് വൈറ്റ് മാത്രം ഇഷ്ടമുള്ള സ്ത്രീകൾക്കോ കുട്ടികൾക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് ലേഡീസിനും യൂസ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടപ്പോഴാണ് എനിക്കിതൊരു എന്താ പറയുക, ഇത് ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ. ഇത് എന്താ സംഭവിച്ചാൽ നമുക്ക് കൈ കൊണ്ട് നമുക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. നമുക്ക് മൾട്ടി കളറുള്ള റബ്ബർ ബാൻഡ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് അത് കുട്ടിക്ക് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സാധനം വേണം എന്ന് പറയുന്നത്. ബാഗിൽ പല ഇയറിംഗ് സെറ്റും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സെറ്റ് രീതികളൊക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒന്ന് വാങ്ങിച്ചു. അതേ സമയത്ത് ഇങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ്, ഇത് പാർട്ടി വെയർ ഹെയർ ബാൻഡൊക്കെ നല്ല രസമല്ലേ കാണാനായിട്ട്. നല്ല അഫോർഡബിൾ റേറ്റിലാണ് കിട്ടുന്നത് ഇവിടെ. ഇതൊക്കെ ജസ്റ്റ് 5 ദിർഹംസ് ആണ്. ഈ ഒരു മറ്റേ എന്താ പറയുക, നമ്മൾ ക്ലിപ്പുകൾ ഇതൊക്കെ ജസ്റ്റ് 5 ദിർഹംസ്. ഇത് അത്യാവശ്യം റേറ്റ് കൂടുതലാണ് തോന്നുന്നു. 8.5 ദിർഹംസ് ആണ്. എന്നാലും കുഴപ്പമില്ല. ഈ ബ്ലാക്ക് എനിക്ക് അത്ര വലിയ താല്പര്യം തോന്നിയില്ല കേട്ടോ. 8 സെറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേസമയത്ത് മൾട്ടി കളേഴ്സാണ്, നല്ല ക്വാളിറ്റിയാണ്. അപ്പം വർത്താണ് അതൊക്കെ വാങ്ങുമ്പോൾ. ഇത് നമ്മുടെ സാരി പിൻ അല്ലെങ്കിൽ ചുരിദാർ പിൻ, ഡ്രസ് പിന്നൊക്കെ നല്ല രസമില്ലേ കാണാനായിട്ട് തന്നെ. നമുക്ക് അത്യാവശ്യം നല്ല ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം വാങ്ങാനായിട്ട് തോന്നും. ഇത് നമ്മുടെ സാധാരണ റബ്ബർ ബാൻഡ്സ് ആണ് കേട്ടോ. പക്ഷേ വൈറ്റ് കളറുണ്ട്. ഇതിപ്പോൾ ഏകദേശം വൈറ്റ് കളറാണ്. ഓൾമോസ്റ്റ് 7.5 ദിർഹംസ്. ഇതും നല്ല അഫോർഡബിളാണ്. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു കൊല്ലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് മൈ ഫേവറേറ്റ് മൾട്ടി കളറുള്ള റബ്ബർ ബാൻഡ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴാണ് ഈ മറ്റേ ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റംസൊക്കെയാണ് നല്ല അഫോർഡബിൾ പ്രൈസിൽ. ജസ്റ്റ് 5 ദിർഹംസ്. പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ നമുക്ക് ഡെയിലി വെയർ ചെപ്പൽസ് കാണുന്നുണ്ട്. ഇത് ലേഡീസിലുണ്ട്, ജെൻസിന് വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല അഫോർഡബിൾ ആണ്. അതേ സമയത്ത് ഫോർമൽ ഷൂസ്, ഇൻഫോർമൽ ഷൂസ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് കളറാണ് കേട്ടോ. ഇത് 21 ദിർഹംസ്. ഇറ്റ് ഈസ് ഓൾസോ ഗുഡ്. അപ്പോൾ ഇതൊക്കെ വർത്ത് ആണ് ആക്ച്വലി. കാരണം ക്വാളിറ്റി അത്രത്തോളം നല്ലതാണ്. അതും ഈ ഒരു പ്രൈസിൽ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അപ്പോഴാണ് ഞാൻ കണ്ടത് നല്ല കുട്ടി 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 ചെരുപ്പുകൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കഷ്ടകാലം സത്യം പറഞ്ഞാൽ. എൻ്റെ മോള് കുട്ടിയായിരിക്കുമ്പോൾ ഇവിടെ വരേണ്ടതായിരുന്നു എന്നുള്ള തോന്നിപ്പോയി. കാരണം അത്രയ്ക്ക് നല്ല ക്യൂട്ടായിട്ട് ഡ്രസ്സുകളും ചെരുപ്പുകളും ഇതും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ. ഈ ഡ്രസ്സുകൾ കുട്ടികളുടെ നല്ല രസമുണ്ട്, ഡെയിലി വെയറുണ്ട്. അതേ സമയത്ത് നമുക്ക് പുറത്ത് പോകാൻ പറ്റിയ ഡ്രസ്സുകൾ എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസസിൽ നമുക്ക് ഈ ബെസ്റ്റ് ഗിഫ്റ്റ് സെൻറ്ററിൽ കിട്ടും കേട്ടോ. അപ്പോഴാണ് ഈ 1 പീസ് കണ്ടത്. നല്ല കിഡിലൻ 1 പീസ്. പക്ഷേ ഇത് കുറച്ച് നമ്മുടെ നെക്ക് സൈഡിൽ കുറച്ചൊന്ന് ഇറക്കം കൂടുതലായതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാറില്ല കേട്ടോ ഇങ്ങനത്തെ ഡ്രസ്സ്. അല്ലെങ്കിൽ ഞാൻ വാങ്ങി തന്നെ. ഇത് ഒരു ജാക്ക് സ്യൂട്ട് പോലെയാണ്. നല്ല രസമുണ്ടല്ലേ. അതേ സമയത്ത് അപ്പോഴേക്കുമാണ് മോള് അങ്ങോട്ടേക്ക് ഓടിയത് ടോയ്സ് ഭാഗത്ത്. അപ്പോൾ ഈ ഒരു ഡോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തായി ഫോൺ കോൾസ് ഒക്കെ കഴിഞ്ഞോ? ഇതാണ് ഈ ആണുങ്ങളുടെ പ്രശ്നം. ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഈ ഫോണ് കയ്യിൽ നിന്ന് മാറില്ല. പക്ഷെ ആ 1 മണിക്കൂർ സമയം നമുക്ക് മാറ്റി വെക്കാമല്ലോ ഫാമിലിക്ക് വേണ്ടി മാത്രമായിട്ട്.
ഇവിടെ ഈ ഡോൾ കളക്ഷൻസ് ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ തോന്നിപ്പോണ്ട് നമുക്ക് വീണ്ടും ഒന്ന് ചെറിയ കുട്ടിയായാലോ, കാരണം നമ്മളൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇത്രത്തോളം കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നല്ല കളക്ഷൻസാണ്. നമുക്ക് ഈ സോഫ്റ്റ് ടോയ്സ് ആയാലും പ്ലേ ടോയ്സ് ആയാലും എത്രത്തോളം കളക്ഷൻസ് ആണെന്നറിയോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിലാണ്. ഓൾമോസ്റ്റ് ഈ ഡോൾസ് എല്ലാം 10 ദിർഹംസിന് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നല്ല അഫോർഡബിൾ റേറ്റ് ആണ്. അതുപോലെ നല്ല ലോങ് ലാസ്റ്റിങ്ങും കൂടി ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നമുക്ക് മാനേജ് ചെയ്ത് പോവാം. ഇതുകൊണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. പീക്കോക്ക് അടക്കം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പീക്കോക്കിൻ്റെ ഡോള് ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതാ നല്ല കുട്ടി ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് കുട്ടിക്ക് ഇതെന്തായാലും വാങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞങ്ങളത് വീട്ടിലേക്ക് എത്തി. മതിയായി. നല്ല ചൂടായിരുന്നു. ഈശ്വര, എങ്ങനെയെങ്കിലും ഒന്ന് വെള്ളം കുടിച്ച് ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നൊരു തോന്നൽ. പക്ഷേ ഇപ്പോൾ സമയം 12 മണി ആയിട്ടുള്ളൂ. ഇനി കുറേ പരിപാടികളുണ്ട്. പുറത്ത് ഭയങ്കര ചൂടാണ്. പക്ഷെ ഇത്രത്തോളം ചൂട് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അത്രയ്ക്കും വേർത്ത് പുഴുകി ആകെ. ഇവിടെ നിങ്ങളൊന്ന് ജ്യൂസ് കിട്ടിയാലോ, ജ്യൂസ് പോട്ടെ, വെള്ളം കിട്ടിയാലോ എന്ന് ആലോചിച്ച് വെള്ളമൊക്കെ കൊണ്ടാ പോയത്. പക്ഷെ തണുപ്പല്ലായിരുന്നല്ലോ. നമ്മൾ തണുപ്പ് വെള്ളം കുടിക്കുമ്പോൾ അതിന് ഒരു സുഖം കിട്ടില്ലേ, ഭയങ്കര ചൂടുള്ള സമയത്ത്. പേട്ടനവിടെ വന്നതെന്താ വീണ്ടും ഫോണിലേക്ക്. ഞങ്ങളുടെ ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ ആരാധ്യക്കുട്ടി ഒരു ഡോള് വാങ്ങിച്ചു. അത് കാണിക്കണം എന്ന് പ്രത്യേകിച്ച് അവൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇതിനൊരു പേരും കൂടി ഇട്ടുണ്ട് തോന്നുന്നു. എന്താ ഇതിന്റെ പേര്? ഡക്കി. സോ ക്യൂട്ട് നെയിം. ഇഷ്ടമായോ അത്? അവൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എപ്പോഴും ഷോപ്പിംഗ് മോൾസിലൊക്കെ വരുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും കാണാനല്ല. ഏറ്റവും കൂടുതൽ അവർക്ക് ടോയ്സ് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം വാങ്ങും, പക്ഷെ ഒന്നും കളിക്കൊന്നുമില്ല. ആ ഒരു വാങ്ങി വീട്ടിൽ കൊണ്ടുവരുമ്പോഴേക്കും അതിൻ്റെ പണി കഴിയും. ഇനിയിപ്പോൾ ഇതൊന്നും പൊട്ടിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ചും കൂടി സേഫാ, പൊട്ടിക്കാൻ പറ്റിയതൊന്നും ഇല്ലാത്ത കാരണം. ആർ യു ഹാപ്പി? യെസ്. അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ഓൾസോ ലൈക്കും ഷെയറും ചെയ്യാം കേട്ടോ. എല്ലാ ഫ്രണ്ട്സും റിലേറ്റീവ്സ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് ഓൾസോ ഡു കമൻറ്റ് യുവർ ഫീഡ്ബാക്സ് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു ദിവസം നല്ലൊരു വ്ളോഗായിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ. നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ ആരാധ്യക്കുട്ടി ഒരു ഡോള് വാങ്ങിച്ചു. അത് കാണിക്കണം എന്ന് പ്രത്യേകിച്ച് അവൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇതിനൊരു പേരും കൂടി ഇട്ടുണ്ട് തോന്നുന്നു. എന്താ ഇതിന്റെ പേര്? ഡക്കി. സോ ക്യൂട്ട് നെയിം. ഇഷ്ടമായോ അത്? അവൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എപ്പോഴും ഷോപ്പിംഗ് മോൾസിലൊക്കെ വരുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും കാണാനല്ല. ഏറ്റവും കൂടുതൽ അവർക്ക് ടോയ്സ് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം വാങ്ങും, പക്ഷെ ഒന്നും കളിക്കൊന്നുമില്ല. ആ ഒരു വാങ്ങി വീട്ടിൽ കൊണ്ടുവരുമ്പോഴേക്കും അതിൻ്റെ പണി കഴിയും. ഇനിയിപ്പോൾ ഇതൊന്നും പൊട്ടിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ചും കൂടി സേഫാ, പൊട്ടിക്കാൻ പറ്റിയതൊന്നും ഇല്ലാത്ത കാരണം. Are you happy? Yes.